ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് എയർപോഡ്സ് പ്രോ 3യുടെ. സോ ഇതിന് നമ്മൾ ഡിഫറെൻറ്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന്. ഇങ്ങനത്തെ സെയിം സൗണ്ട് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എയർപോഡ്സ് പ്രോ 2ൻ്റെ കൂടെ. ഇപ്പം ഇത് പുതിയ 3 ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എയർപോഡ്സ് 4യുടെ കൂടെ. സോ എയർപോഡ്സ് 4യുടെ മൈക്ക് സൗണ്ട് ക്വാളിറ്റി ഒത്തിരി നല്ലതാണ് ഫോൺ കോൾസിന് വേണ്ടിയിട്ട്. പക്ഷേ എയർപോഡ്സ് പ്രോ 2യുടെ സൗണ്ട് അത്ര നല്ലതല്ല ഫോൺ കോൾസിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പെർഫോമൻസ് ഇപ്പം നമ്മളുടെ എയർപോഡ്സ് പ്രോ 2നെ പോലെ ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ ഈ എയർപോഡ്സ് 4നെ പോലെ ആയിരിക്കുമോ എന്ന് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. സോ എല്ലാ സൗണ്ട് ഈ വീഡിയോയിൽ കേൾക്കുന്നത് ഈ മൈക്കിനാണ് വരുന്നത്, ഇയർഫോണിന്റെ മൈക്കിനാണ് വരുന്നത്. സോ ഇതിപ്പം ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലാണ്. ഇവിടെ ഒരു അത്ര ഒച്ചയൊന്നുമില്ല. ഫാൻ കുറച്ചൊക്കെ ഓണാണ്. വെളിയിൽ ടി വി ഒക്കെ ഓണാണ്. പിന്നെ വെളിയിൽ കുറച്ചൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ ആവുന്നുണ്ട്. സോ പക്ഷേ എനിക്ക് അറിയാം ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഞാൻ കുറേ ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുവാണ്. സോ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനത്തെ ഒരു സൗണ്ടിലൊരു പ്രോബ്ലം വരില്ല. ഇപ്പൊ ഇതിനെ വെളിയിൽ കൊണ്ടുപോയി നോക്കാം. വെളിയിൽ ഇത് എങ്ങനെയാ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ടെസ്റ്റ് വീഡിയോസ് നോക്കാം. അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. എന്നാ പോവാം. പോകുന്നത് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഈ സിനാരിയോയില് ഉണ്ട്. പിന്നെ ഇപ്പം സോ താങ്ക്സ് ഈ എടുത്തിട്ട് സ്വിമ്മിങ്ങിലും പോയിട്ടുണ്ട് ആൻഡ് ഒന്നും ആയിട്ടില്ല. സോ ഇപ്പം മഴയാണെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഉള്ളിലിരിക്കുമ്പം എങ്ങനെയാണ് സൗണ്ട് അതിപ്പം നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ ഹെൽമെറ്റിന്റെ വൈസർ തുറന്നു വെച്ചാൽ ഈ സിനാരിയോയില് കാരണം നമ്മളുടെ ഹെൽമെറ്റ് തന്നെ ഇയർഫോണിനെ കവർ ചെയ്യുവാണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ ക്ലോസ്ഡ് ആക്കി വെച്ചാൽ ഈ സിനാരിയോയിൽ കാറ്റും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അത്ര കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം ഹെൽമെറ്റ് തന്നെ എല്ലാം ബ്ലോക്ക് ചെയ്യുക. പക്ഷേ ഇതൊരു ക്ലോസ് എക്കോ ആവും. ആ എക്കോയുടെ കാരണം നമ്മളുടെ ഒച്ച ഒക്കെ നല്ലപോലെ കേൾക്കാൻ പറ്റില്ല, ഒത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ വരും. സോ ഹോപ്പ്ഫുള്ളി ഇപ്പം നിങ്ങൾക്ക് എന്നെ നല്ലപോലെ കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും എൻ്റെ ഒച്ചയുടെ എക്കോ കൂടുതലല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒരു ആർക്കേഡിലാണെങ്കിൽ ഇവിടെ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു ചീപ്പ് ബോട്ടിലാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി എല്ലാത്തിൻ്റെ മിക്സ് സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിൻ്റെ അടുത്താണെങ്കിൽ ഞാനിപ്പം സീസൺസ് മോളിൻ്റെ വെളിയിൽ നിൽക്കുവാണ്. ഈ ജംഗ്ഷനിൽ ഇവിടെ എല്ലാ സമയം ഒത്തിരി ട്രാഫിക് ജാം ഉണ്ട്. സോ ഒത്തിരി ട്രാഫിക്കിൻ്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിൻ്റെ അടുത്താണെങ്കിൽ ഞാനിപ്പം സീസൺസ് മോളിൻ്റെ വെളിയിൽ നിൽക്കുവാണ്. ഇവിടെ 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. ഒത്തിരി വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം എയർപോഡ്സ് യൂസ് ചെയ്താൽ ഈ സിനാരിയോയിൽ വെളിയത്തെ ഒച്ച ഒന്നും ഇല്ല, കാരണം ഗ്ലാസ് എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷേ ഞാൻ ബ്ലോർ ഇപ്പം ഫുൾ ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ചൊക്കെ മഴയൊക്കെ വീഴുന്നു, കുറച്ചൊക്കെ വെളിയത്തെ ഹോണും അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല.
ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന്. സോ ഇപ്പം ഞാൻ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി എയർപോഡ്സ് പ്രോ 2യുടെ കൂടെ കമ്പയർ ചെയ്താൽ 3യുടെ ബെറ്റർ ആണ്. പക്ഷേ നമ്മൾ എയർപോഡ്സ് 4യുടെ കൂടെ കമ്പയർ ചെയ്താൽ എയർപോഡ്സ് 4 ഇതിനേക്കാളും ബെറ്റർ ആണ്. സോ ഫോൺ കോൾസിന് വേണ്ടിയിട്ട് എയർപോഡ്സ് 4യുടെ മൈക്ക് ഇനിയും ബെറ്റർ ആണ്. പക്ഷേ നിങ്ങൾ പ്രോ 2യുടെ കൂടെ കമ്പയർ ചെയ്യുമ്പം ഇത് പ്രോ 2വിനേക്കാളും നല്ലതാണ് എയർപോഡ് പ്രോ 3യുടെ മൈക്ക്. ഒത്തിരി ജാർഗനായി ഇവിടെ. സോ ബേസിക്കലി എയർപോഡ്സ് പ്രോ വാങ്ങിക്കണമെങ്കിൽ 2 നോക്കേണ്ട ആവശ്യമില്ല, 3 എടുക്കാം. 3യുടെ മൈക്ക് ഫോൺ കോൾസിന് വേണ്ടിയിട്ട് ബെറ്റർ ആണ്. പിന്നെ ബാക്കി എല്ലാ ഫീച്ചർ 3യുടെ ബെറ്റർ ആണ് 2ന്. പക്ഷേ നിങ്ങൾക്ക് ഫോൺ കോൾ ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർപോഡ്സ് 4 വാങ്ങിക്കാം. അതൊരു ബഡ്ജറ്റ് ഇയർഫോൺ ആണ്. ഒരു 10,000 to 15,000 അകം വരും. ANC ഉള്ളത് ഒരു 15,000 ആണ്. ANC ഇല്ലാതെ അത് ഒരു 10,000 ആണ്. സോ ഇപ്പം എൻ്റെ അടുത്ത് രണ്ടും ഉണ്ട്. എനിക്ക് ഫോൺ കോൾ എടുക്കണമെങ്കിൽ വെളിയിലത്തെ ഒച്ച എനിക്ക് വേണ്ട, ആർക്കും പിടികിട്ടരുത് ഞാൻ എവിടെയാണെന്ന്, എന്നാൽ ഞാൻ എയർപോഡ്സ് 4 യൂസ് ചെയ്യും. പക്ഷേ ആൾക്കാർക്ക് അറിയട്ടെ, സാരമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, ഞാൻ ട്രാഫിക്കിലാണ് അല്ലെങ്കിൽ ഞാൻ മൂവിയിലാണ്, എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ അവർക്ക് അറിയണമെങ്കിൽ ഞാൻ എയർപോഡ്സ് പ്രോ 3 യൂസ് ചെയ്യും. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.